ഹലോ, നമ്മളിന്നൊരു ക്രീമി വൈറ്റ് സോസ് പാസ്റ്റയുടെ ഒരു ചെറിയ വ്ളോഗാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. ആദ്യം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചോപ്പ് ചെയ്ത് വെക്കണം. ഇതിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇറ്റാലിയൻ ഡിഷായതുകൊണ്ട് മഷ്റൂം, ബ്രോക്കോളി, കോൺ ഏത് വേണമെങ്കിലും ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു സോസ് പാനിൽ കുറച്ച് ചോളം വേവിച്ചെടുക്കണം. ഞാനിവിടെ പാസ്ത എടുത്തിരിക്കുന്നത് ഹോൾ വീറ്റ് പാസ്റ്റയാണ്. നമുക്ക് ഏത് ടൈപ്പ് ഏത് ഷേപ്പ് പാസ്ത നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് അത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സോസ് പാൻ എടുത്ത് അതിൻ്റെ അകത്ത് 100 ഗ്രാം പാസ്തയ്ക്ക് ഞാൻ 1 ലിറ്റർ വെള്ളത്തിലാണ് ഞാൻ ബോയിൽ ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങൾ എത്ര പേർക്ക് അങ്ങനെയാണ്, ഇതൊരു 3-4 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ വെള്ളം എടുക്കുക, ഒരു ടേബിൾ സ്പൂൺ സോൾട്ട് ഇതിലോട്ടിട്ട് അതുപോലെ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഉപയോഗിച്ച് അതൊന്ന് കലക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് പാസ്ത ഇടുക. അപ്പോൾ പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാട്ടോ നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ പശവശപ്പ് കാരണം ഇതാകും, ഒട്ടിപ്പിടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ആ പാസ്ത അവിടെ വെന്തോട്ടെ ഒരു സൈഡിൽ ഇരുന്ന് നമുക്ക് അപ്പുറത്തേക്ക് നമ്മുടെ സോസ് ഉണ്ടാക്കാം. സോസിന് മുമ്പേ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം സോട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മളിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറിൽ ആദ്യം ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് നമ്മുടെ ഉണക്ക വറ്റൽ മുളകുണ്ടല്ലോ അത് പൊടിച്ചത് ഇടുക. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഗാർലിക്, അതായത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലെയിം ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലായിരിക്കണം ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അതിനുശേഷം ഗാർലിക് ആഡ് ചെയ്ത് ഇനി നമ്മൾ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ചിക്കനോ പ്രോൺസോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇച്ചിരി കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചിക്കൻ ഉപയോഗിക്കുമ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഉപയോഗിക്കുക. ഇച്ചിരി ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ കൊഞ്ചാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൊഞ്ച് ഉപയോഗിച്ച് ഞാൻ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് ഉപ്പും പെപ്പറും കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ കൊഞ്ചാട്ടോ ഉപയോഗിക്കുന്നത്. അത് ഞാൻ ബോയിലൊന്നും ചെയ്തിട്ടില്ല. ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇടുമ്പോൾ തന്നെ അതങ്ങ് വെന്തോളും. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഈ ബട്ടറിൽ ആഡ് ചെയ്തിട്ട്, ഞാനിപ്പോൾ ഗാർലിക് ഹെർബ്സ് ആയിട്ടുള്ള ബട്ടർ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അമൂളിൻ്റെ തന്നെ, അതാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നല്ല മണം കേട്ടോ. നമ്മളുടെ കയ്യിൽ നോർമൽ ബട്ടർ ആയിരിക്കുന്നെങ്കിൽ സോൾട്ടഡോ അൺസോൾട്ടഡോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ പ്രോൺസ് ആഡ് ചെയ്തു. ഇപ്പോൾ ചിക്കൻ ആണെങ്കിൽ ഈ ടൈമിൽ ചിക്കൻ ഇടുക. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അടച്ചു വെക്കണമെന്നില്ല. നമ്മൾ ആ ടൈമിൽ ഇങ്ങനെ പാസ്ത ഇടയ്ക്ക് ചെക്ക് ചെയ്യാൻ പോകുന്ന നമ്മൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി അടച്ചു വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കോൺ ആദ്യം ബോയിൽ ചെയ്തല്ലോ, അത് നമ്മൾ കോൺ ചോപ്പ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് മാറ്റി നമ്മൾ കോൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. കോണൊക്കെ ചേർക്കുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ, അല്ലെങ്കിൽ അങ്ങ് പ്ലെയിൻ ആയിപ്പോവും നമ്മുടെ പാസ്ത. എന്നിട്ട് കോണും കൂടെ ഇത് മിക്സ് ചെയ്ത് ബോയിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രോൺസ് ആയാലും ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ആയാലും ഏതായാലും പെട്ടെന്ന് വേവും. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ചില്ലി ഫ്ലേക്സിൻ്റെയും ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയും ഒക്കെ നല്ല സ്മെല്ല് വന്ന് തുടങ്ങും. അപ്പോഴേ നമുക്ക് നമ്മുടെ പാസ്തയുടെ സ്മെല്ല് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പാസ്തയും കൂടെ ശ്രദ്ധിക്കുക. 3-4 മിനിറ്റ്സ് ആകുമ്പോൾ പാസ്ത മിക്സ് ചെയ്യണം. അപ്പോൾ പാസ്ത എങ്ങനെ കറക്റ്റായി എന്നറിയുന്നതിന് വേണ്ടി ഓൾറെഡി നമ്മളെ പാക്കറ്റിൽ ഇത്ര ടൈം ഇത് ബോയിൽ ചെയ്യേണ്ടതെന്ന് കാണും. അല്ലാതെ നമ്മളൊരു പാസ്ത എടുത്ത് 2ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു തിക്നെസ് ഒന്നും ഇല്ലാതെ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ എൻ്റെ പാസ്ത റെഡിയായി. ഞാൻ അത് വേറൊരു പ്ലേറ്റിലോട്ട് വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോളുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ വെജിറ്റബിൾസ് കണ്ട, എൻ്റെ ബട്ടർ തറയിപ്പോയി. എൻ്റെ വെജിറ്റബിൾസ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നമ്മൾ ആ വെജിറ്റബിൾസ് സോട്ട് ചെയ്ത പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. നമ്മൾ വൈറ്റ് സോസ് ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം മൈദ ഉപയോഗിക്കുക. 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് മാവ് ഉപയോഗിക്കാം കേട്ടോ. വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള. അപ്പം മൈദ ഉപയോഗിക്കാം. ഫ്രഷ് ക്രീം ഉപയോഗിക്കാം. ഫ്രഷ് ക്രീം നമ്മുടെ അമൂളിൻ്റെ ഒക്കെ മാർക്കറ്റിൽ കിട്ടുമല്ലോ. ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. അപ്പം ഞാൻ കാണിച്ച ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം ഇത്തിരി ആഡ് ചെയ്ത് മൈദ കട്ടി പിടിക്കാതെ മാറ്റി വേണം ക്രീം ആഡ് ചെയ്യാൻ. ഇത് കഴിഞ്ഞ് നമ്മൾ മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്, കാരണം എന്നാലേ നമുക്ക് അത്ര സോസ് കിട്ടത്തുള്ളൂ.
അപ്പം പയ്യെ നമ്മുടെ മൈദ കട്ട മാറ്റി ഫ്രഷ് ക്രീം ആഡ് ചെയ്തതിന് ശേഷം പാൽ ഉപയോഗിക്കുക. ഞാൻ എന്താ കാണിച്ച ഒരു 1/2 കപ്പ് പാല്, അതും ഒറ്റയടിക്ക് ഒഴിക്കാതെ പയ്യെ ഒഴിച്ച് ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ല സോസ് മണം കിട്ടും കേട്ടോ നമ്മുടെ പാസ്ത. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ സോസിൻ്റെ അകത്തോട്ട് നിങ്ങളുടെ കട്ടിക്ക് സോസ് കറക്റ്റായിട്ട് വരുമ്പോൾ നിങ്ങൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത ആഡ് ചെയ്യുക. എല്ലാം കൂടെ ഒരുമിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഉപ്പ് കുറവായിരുന്നു. അങ്ങനെ അതിൻ്റെ അകത്ത് ഉപ്പ് പിന്നെ ഇടും. ഇത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു ഇറ്റാലിയൻ പാസ്തയുടെ ടേസ്റ്റ് കിട്ടാനുള്ള മിക്സഡ് ഹെർബ്സോ ഓർഗാനോ ഏതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് ആഡ് ചെയ്യാം. ഞാൻ നല്ലപോലെ ഓർഗാനോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് നമ്മളുടെ കടയിൽ കിട്ടുന്ന കണക്കത്തെ പെർഫെക്റ്റ് ആട്ടോ, ഒരു ഡിഫറൻസും ഇല്ലാത്ത നമുക്ക് കിട്ടും. ഇനി കുറച്ച് ഉപ്പ് നമ്മുടെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ അൺസോൾട്ടഡ് ബട്ടർ ആയിരുന്നു ചേർത്തത്. അതുകൊണ്ട് വേറെ പാസ്ത ബോയിൽ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഉപ്പ് ഇടുന്നുള്ളൂ. ഇനി ചീസ് ആഡ് ചെയ്യുക. ഏറ്റവും ടോപ്പിൽ ചീസ് ആഡ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ നമ്മുടെ മറ്റേ നോർമൽ സ്ലൈസ്ഡ് ചീസ് ആയിട്ടുണ്ടെങ്കിൽ ഒരു 4-5 ഷീറ്റ് ആഡ് ചെയ്യുക. മൊസറല്ല ചീസാണെങ്കിൽ അതിൻ്റെ ഉപ്പുണ്ട്, അപ്പോൾ പിന്നെ ഉപ്പ് ആഡ് ചെയ്യണ്ട. കറക്റ്റ് നമ്മൾ ശരിക്കും പാർമെസൻ ചീസ് ആഡ് ചെയ്യേണ്ട. അത് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ പാർമെസൻ ചീസിൻ്റെ പൗഡർ ആയിട്ടിട്ടുള്ളത്. മറ്റേ ക്യൂബാണ് നാട്ടിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതാണെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. പാസ്തയുടെ കൂടെ ഒരു ഗാർലിക് ബ്രെഡും കൂടെ ആകുമ്പോൾ നമ്മുടെ പാസ്ത അടിപൊളിയാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, റിവ്യൂസ് ഇടുക. താങ്ക് യു.